അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. മരണവാർത്തയാണ്. ഏറെ വേദനിപ്പിക്കുന്ന രണ്ട് മരണവിവരമാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുമുണ്ട്. ഇൻഷാ അല്ലാഹ് ഇവർക്ക് വേണ്ടിയും നിങ്ങൾ ദുആ ചെയ്യണം. പ്രവാസികളുടെ മരണമെന്ന് പറയുമ്പോൾ ഇടനെഞ്ചിൽ വല്ലാത്തൊരു വേദനയാണ്. നാടും വീടും വിട്ട്, നാട്ടുകാരെയും വിട്ട്, അവരുടെ എല്ലാ സന്തോഷങ്ങളും നമുക്ക് വേണ്ടി മാറ്റിവെച്ച് കാലങ്ങളോളം പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. പടച്ചറബ് നമ്മുടെ പ്രവാസികൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. 7 വർഷമായി കുടുംബത്തെ കണ്ടിട്ട്, 7 വർഷം പ്രവാസ ലോകത്ത് കഴിഞ്ഞ് അവിടുന്ന് തന്നെ മരണപ്പെട്ടു പോവുകയാണ്. വല്ലാത്തൊരവസ്ഥയാണിത്. ആ ഒരു വേർപാട് ആ ഒരു കുടുംബം എങ്ങനെ താങ്ങുമെന്ന് എനിക്കറിയില്ല. പടച്ചറബ് ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നൽകുമാറാകട്ടെ. 7 വർഷമായി നാട്ടിലെത്താതെ ഷാർജയിലെ തെരുവിൽ ഒടുവിൽ പ്രവാസത്തിൻ്റെ വേദനയായി മാറിയ ഷാജഹാൻ. കുടുംബത്തെ കാണണമെന്ന് ആ ഒരു മനുഷ്യനും ഒരുപാട് ആഗ്രഹമുണ്ട്. ഉപ്പയെ കാണണമെന്ന് ആ മകളുടെ കണ്ണീരോടെയുള്ള ആ ഒരു വാക്കുകളാണ് പ്രവാസ ലോകത്തെ കരയിപ്പിച്ചത്. 7 വർഷമായില്ലേ? ആ പൊന്നുമോൾക്ക് കാണാൻ കൊതിയുണ്ടാവില്ലേ ബാപ്പേ? എന്തൊരു വേദനപ്പെടുത്തുന്ന വാർത്തയാണിത്. 7 വർഷം കഴിഞ്ഞ് ബാപ്പ നാട്ടിലേക്ക് എത്തുന്നത് പെട്ടിയിലാക്കിയ മിണ്ടാത്ത ശരീരമാണ്. അതിനുവേണ്ടി ഇപ്പോൾ കാത്തു നിൽക്കുകയാണ് ആ കുടുംബം. ഒരുപാട് പ്രതീക്ഷകളുമായി പോയ ആ ഒരു മനുഷ്യൻ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് ആരോടും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയിൽ തിരിച്ചു വരുന്ന ഒരു കാഴ്ച ആ കുടുംബം എങ്ങനെ ഇത് നോക്കിക്കാണുമെന്ന് എനിക്കറിയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ആ കുടുംബത്തിന് ഇത് സഹിക്കാനുള്ള സഹനശക്തി നൽകാൻ. നമ്മളൊക്കെ എന്ത് പറഞ്ഞാണ് അവരെ ആശ്വസിപ്പിക്കുക? അവർക്ക് എന്ത് പറഞ്ഞാലാണ് ആശ്വാസം ലഭിക്കുക? പടച്ചറബിന് മാത്രമേ സാധിക്കുള്ളൂ. കൊല്ലം പുനലൂർ പേപ്പർ മിൽ ആഷിഖ് മൻസിലിൽ ഷാജഹാനാണ് ഇതുപോലെ മരണപ്പെട്ടു പോയത്. 54 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. കഴിഞ്ഞ ഓഗസ്റ്റ് 3 വൈകിട്ട് 5 മണിയോടെയാണ് മരണം സംഭവിച്ചതെന്നാണ് വിവരം. ശരിയായൊരു ധാരണ പോലുമില്ല ആ മനുഷ്യൻ്റെ മരണത്തെക്കുറിച്ച്. ഏതോ ഒരു നാട്ടിൽ ആരെയും കാണാതെ, ആരും നോക്കാനില്ലാതെ ആ മനുഷ്യൻ മരിച്ചു കിടക്കുകയായിരുന്നു. ഷാർജ അൽ ഇത്തിഹാദ് സ്ക്വയർ പാർക്കിൽ 7 വർഷമായി നാട്ടിൽ പോകാതെ കഴിയുകയായിരുന്നു ആ മനുഷ്യൻ. ഓരോ പ്രവാസികളുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ചിലരവിടെ പെട്ടുപോവുകയാണ്. ചിലർ കടങ്ങളും കടബാധ്യതകളും കാരണം ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും അറിയാതെ അവിടെ കഴിയുകയാണ്. പടച്ചറബ്ബേ, നമ്മുടെ പ്രവാസികളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നീ അകറ്റിക്കൊടുക്കണേ റബ്ബേ. അവരുടെ എല്ലാ തടസ്സങ്ങളും നീ നീക്കിക്കൊടുക്കണേ റബ്ബേ. അവിടെ മരിച്ച നിലയിൽ കാണുകയായിരുന്നു. എന്ത് സംഭവിച്ചെന്നോ എന്ത് പറ്റിയെന്നോ ആർക്കും അറിയില്ല. അവിടെ റൂമിൽ കിടന്നുറങ്ങുകയായിരുന്നു എന്നാണ് ആളുകൾ ധരിച്ചത്. ആദ്യം ആരും ശ്രദ്ധിച്ചില്ല. അങ്ങനെ 9 മണിയോടെ വിവരം ലഭിച്ചതോടെ പോലീസ് എത്തുകയും മയ്യത്ത് ആംബുലൻസിൽ കയറ്റി ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റുകയായിരുന്നു. നാടും വീടും വിട്ടുപോകുന്ന ഓരോ പ്രവാസികളുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ഇവിടെ നമുക്കെല്ലാവരുമുണ്ട്, അവിടെ നമുക്കാരുമില്ല. എല്ലാവർക്കും അവരുടേതായ കാര്യങ്ങൾ. എങ്ങനെയെങ്കിലും പണമുണ്ടാക്കണം, നാട്ടിലെത്തണം എന്നുള്ള ചിന്ത മാത്രമേ അവരിലുണ്ടാകൂ. നമ്മുടെയൊക്കെ സന്തോഷമാണ് അവരുടെ ഏക ആശ്വാസം. മകളുടെ ആ വാക്കാണ് നമ്മുടെയൊക്കെ നെഞ്ചു പൊട്ടിപ്പോയത്. വാപ്പയെ കാണണമെന്ന് കണ്ണീരോടെ ആ മകൾ പറഞ്ഞത്രേ. അവസാനം നിയമ നടപടികളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം മയ്യത്ത് നാട്ടിലെത്തിക്കാനുള്ള നടപടി കർമ്മങ്ങൾ പൂർത്തിയാവുകയാണ്. നാടും നാട്ടുകാരും കുടുംബവും 7 വർഷമായി കാണാത്ത ആ ഒരു പ്രവാസിയെ കാത്തു നിൽക്കുകയാണ്. പടച്ചറബ്ബ് ആ ഒരു സഹോദരന് മഹഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പാപങ്ങളൊക്കെ പുറത്ത് ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. വേറെയേറെ വേദനപ്പെടുത്തിയ ഒരു മരണവാർത്തയായിരുന്നു ഈ ഒരു പൊന്നുമോളുടെ. ചെറിയ മക്കളുടെ മരണമാണ് നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് വേണ്ടി എന്നും ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം കേട്ടോ. മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ പടച്ചറബിൻ്റെ ഒരു സംരക്ഷണ വലയം അവരിലുണ്ടാകും. പടച്ചറബ് നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. എന്തൊരു വേദനപ്പെടുത്തുന്ന വാർത്തയായിരുന്നു ഇത്. ഇന്നലെ കുന്നുംകുളത്ത് നടന്ന അതിദാരുണമായ ബസ് അപകടത്തിൽ ജീവൻ നഷ്ടമായിരിക്കുകയാണ് ഈ ഒരു പൊന്നുമോൾക്ക്. ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളായിരുന്നു ആ ഒരു പൊന്നുമോൾക്ക്. ഒരു നിമിഷം കൊണ്ട് എല്ലാം അങ്ങ് മാറി മറഞ്ഞു പോവുകയാണ്. ഈ ഒരു ബസ് അപകടത്തിൽ ഒരുപാട് പേർക്ക് പരിക്കുകളേറ്റിട്ടുണ്ട്. പിന്നെ ഒരു അമ്മയും മരണപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പൊന്നുമോൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ എല്ലാവരോടും ആവശ്യപ്പെടുകയാണ്. മരണപ്പെട്ടിരിക്കുന്നത് പേർക്കുളം മുള്ളത്ത് വളപ്പിൽ ജനാബ് മുഹമ്മദ് കുഞ്ഞിയുടെ മകൾ റിയ ഫാത്തിമയാണ്. ഈ ഒരു അപകടത്തിൽ അതിദാരുണമായി മരണപ്പെട്ടു പോയത്. ഈ ഒരു പൊന്നുമോളുടെ മരണം ആ നാടിനെ ആകെ കണ്ണീരിലായിത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പടച്ചറബ് ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും എല്ലാവരെയും കാക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ.
പടച്ച റബ്ബെ, അർഹമുറാഹിമായ റബ്ബെ, റിയ ഫാത്തിമ എന്ന ഈ ഒരു പൊന്നുമോള് നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബെ. ആ പൊന്നുമോളുടെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കണേ അല്ലാ. ഖബർ വിശാലമാക്കി കൊടുക്കണേ റബ്ബെ. ആ പൊന്നുമോൾക്ക് മഅഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബെ. ആ പൊന്നുമോളുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ. ആ കുടുംബത്തിന് നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബെ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബെ. പടച്ച റബ്ബെ, അർഹമുറാഹിമായ റബ്ബെ, 7 വർഷം കുടുംബത്തിനെ കാണാതെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ആ ഒരു മനുഷ്യനാണ് റബ്ബെ ആ ഒരു പ്രവാസ ലോകത്ത് നിന്നും മരണപ്പെട്ടു പോയത്. പടച്ച റബ്ബെ, ഷാജഹാൻ എന്ന ആ ഒരു പ്രവാസിക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. അവർക്ക് നീ ഷഹീദിന്റെ പ്രതിഫലം നൽകണേ റബ്ബെ. ഖബർ വിശാലമാക്കി കൊടുക്കണേ റബ്ബെ. സ്വർഗം കൊടുക്കണേ അല്ലാ. നരകം നീ ഹറാമാക്കി കൊടുക്കണേ റബ്ബെ. ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബെ. കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ. പടച്ച റബ്ബെ, പ്രവാസിയുടെ കുടുംബമാണ് റബ്ബെ. അവരുടെ നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബെ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബെ. ആ ഒരു കുടുംബത്തിന് നീ ബർക്കത്തും ഇസ്സത്തും നീ നൽകണേ റബ്ബെ. പടച്ച റബ്ബെ, ആ കുടുംബത്തെ നീ തന്നെ സംരക്ഷിക്കണേ റബ്ബെ. ആരുടെ മുന്നിലും കൈനീട്ടുന്ന അവസ്ഥ ആ കുടുംബത്തിന് നീ വരുത്തല്ലേ റബ്ബെ. ആരുടെ മുന്നിലും തല കുനിപ്പിക്കല്ലേ റബ്ബെ. ആ കുടുംബത്തെ നീ സംരക്ഷിക്കണേ റബ്ബെ. പടച്ച റബ്ബെ, കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവരെയും നീ കാക്കണേ റബ്ബെ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബെ. പടച്ച റബ്ബെ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണേ റബ്ബെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണേ റബ്ബെ. പടച്ച റബ്ബെ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബെ. ഈ മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹയും മോദി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.